ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ഓഗസ്റ്റ് 30 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. ഇപ്പൊ എന്താ ചെയ്യാത്തെന്നറിയോ? അച്ഛൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് നീ ഇറങ്ങിപ്പോയാല് നിനക്ക് താഴെയുള്ളവരുടെ ജീവിതത്തെ അത് ബാധിക്കില്ലേന്ന്. ചേച്ചിക്ക് ആ പേടിയുണ്ട്. ചേച്ചി കാരണം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും വരില്ല. അതൊരിക്കലും ഞാൻ സമ്മതിക്കില്ല. എടാ ഇത് അങ്ങനെയല്ല, ചുറ്റി ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഞാൻ അത് മറന്നു. അച്ഛനെ ഓർമ്മയുണ്ടോ? കല്യാണത്തിനന്ന് അച്ഛൻ എനിക്ക് മുണ്ടുടുപ്പിച്ചു തന്നത്. അതെന്നെ ഒരു പകരം വീട്ടിലാണെന്ന് കരുതിയാ മതിയേ. എടാ കുറച്ചു ദിവസം കഴിഞ്ഞാലേ ഇത് ഞാനങ്ങ് എടുക്കും. അപ്പം നിന്റെ ആവശ്യം വരില്ല. പക്ഷേ കുറച്ചു ദിവസം ഉണ്ടല്ലോ, അത്രയും ദിവസം എന്റെ ഹെൽപ്പ് സ്വീകരിച്ചേ പറ്റൂ. ഓ മതിയാ? ഓക്കെ. അന്ന് കല്യാണത്തിന് എനിക്ക് മുണ്ടുടുപ്പിച്ചു തരുമ്പോ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ഛൻ ഓർമ്മയുണ്ടോ? എന്തായിരുന്നു അന്ന് പറഞ്ഞത്? കുഞ്ഞു പ്രായത്തില് എന്നെ ഡ്രസ് ഇടിപ്പിച്ചത് മുതല് ഞാൻ പതുക്കെ പതുക്കെ വളർന്നു വരുന്ന എല്ലാ ഘട്ടങ്ങളിലും എന്നെ ഡ്രസ് ഇടിപ്പിച്ചതും കൊണ്ടു നടന്നും ഒക്കെ അച്ഛൻ ഓർമ്മയുണ്ടെന്ന് അല്ലേ? ഇനി കുറച്ചു കാലം അച്ഛന്റെ മനസ്സിൽ ആ ഓർമ്മകൾ സൂക്ഷിക്കും പോലെ എനിക്കും അച്ഛനെ ഡ്രസ് ചെയ്യിപ്പിച്ച് കുറച്ച് ഓർമ്മകൾ കൊണ്ട് നടക്കണം. അച്ഛൻ എന്റെ കളിക്കുട്ടിയല്ലേ, കുളിപ്പിച്ച് ഒരുക്കി കൊണ്ട് നടക്കാനുള്ള കളിക്കുട്ടി. താങ്ക്സ് ഡാ. നീ ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോ ജീവിക്കാനൊരു രസമൊക്കെ തോന്നുന്നുണ്ട്. അതിന് ഞാൻ ഇങ്ങനെ തന്നെയല്ലേ അച്ഛനോട് പെരുമാറുന്നത്. പിന്നെ മറ്റേ കാര്യം പത്മാ മേഡം, അക്കാര്യത്തില് നോ കോംപ്രമൈസ്. കേട്ടോ, കൈ നന്നേ. അച്ഛപ്പാ, ഇനി നമുക്ക് താഴേക്ക് പോവാം. നടക്കണ്ട ചെല്ലക്കുട്ടി, വാ. മോന്റെ അച്ഛൻകുട്ടനല്ലേ, വാ. പത്മ, എന്നെ മുണ്ടുടിപ്പിച്ചത് ആരാന്നറിയോ? ഇവനാ. ഞാനിപ്പോ അവന്റെ ചെല്ലക്കുട്ടിയാന്നാ പറയുന്നത്. അച്ഛാ, സ്നേഹിക്കുന്നവർക്ക് സ്നേഹം തിരിച്ചു കിട്ടും, അഹങ്കരിക്കുന്നവർക്ക് അത് തന്നെ കിട്ടൂ. മാഡം, നീ അവിടെ നിൽക്കേ. എന്താ സർ? കഴിഞ്ഞ ദിവസം നീ എവിടെയാണ് കള്ളനെ കണ്ടത്? വീടിനകത്ത്. ആ സമയത്ത് വീടിന്റെ പുറകുവശത്തെ വാതിലും മുൻവശത്തെ വാതിലും അടച്ചിരിക്കുകയായിരുന്നില്ലേ? പിന്നെ ഏത് വഴിക്കാണ് കള്ളൻ കയറിയത്? അത് എനിക്കറിയില്ല സർ. ശരി, ഓക്കെ. നീ കള്ളൻ കള്ളൻ എന്ന് പറയുന്നത് കേട്ട് ഇവരെല്ലാവരും ഓടി വന്നപ്പോ കള്ളൻ എവിടെ പോയി? ചോദിച്ചത് കേട്ടില്ലേ? എടാ, അവളോട് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് എന്താ കാര്യം? അച്ഛനൊന്നും മിണ്ടായിരിക്കെ. ഈ വീട്ടിനകത്ത് വെച്ചാണ് കള്ളനെ നീ കണ്ടതെങ്കിൽ നമ്മളൊക്കെ വന്നപ്പോ കള്ളൻ അവിടെ പതുങ്ങിയിരിക്കണ്ടേ? വേണ്ടേ? അങ്ങനെ ഒരു കള്ളൻ ഈ വീട്ടിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ അച്ഛനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോ ആ കള്ളൻ പുറത്തു വരില്ലേ? നിന്നെ ഉപദ്രവിക്കായിരുന്നില്ലേ? അതെന്താ സംഭവിക്കാത്തെ? കനക, അകത്തേക്ക് പോ. ഞാനാ അവളെ വിളിച്ചോട് നിർത്തിയത്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടേ അവള് പോവൂ. എന്തായിരുന്നു നിന്റെ ഉദ്ദേശം? അത് സർ, ഞാൻ കാണാത്ത കള്ളനെ കണ്ടു എന്ന് പറഞ്ഞ് നീ ബഹളം വെച്ചത് എന്തിനാ? വീട്ടിൽ കള്ളൻ കയറിയെന്നൊരു കഥയുണ്ടാക്കാൻ നിന്നെ ആരെങ്കിലും ഏൽപ്പിച്ചിരുന്നോ? ഞാൻ ചോദിച്ചു കേട്ടില്ലേ? എന്നോട് ആരും അങ്ങനെയൊന്നും പറഞ്ഞില്ല സർ.
പല കാര്യങ്ങളിലും എനിക്ക് നിന്നെ സംശയമുണ്ട്. നീ അത്ര സ്ട്രെയിറ്റ് ഒന്നും അല്ല. നിന്റെ ഈ കള്ളനെ കുറിച്ചുള്ള കഥയുണ്ടല്ലോ, അത് ഞാൻ കണ്ടുപിടിച്ചോളാം. വയ്ക്കോ. ഇവിടെ കള്ളം കയറിയെന്ന് അവളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് എനിക്ക് എന്താ നേട്ടം? അയ്യോ, പത്മാ മേഡം പറയിപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അതെന്തിനാ സ്വയം ഏറ്റെടുക്കുന്നത്? മറ്റുള്ളവരെ പറയുന്നതും എന്റെ നേർക്ക് നോക്കിയാണല്ലോ. അത് പിന്നെ ഒരുപാട് പ്രത്യേകതയുള്ള മുഖത്തേക്ക് അറിയാതെ നോക്കി പോവില്ലേ, അല്ലേ അച്ഛാ?